പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് യാതൊരു തരത്തിലുള്ള ലക്ഷണവും കാണുന്നില്ല. ഹോർമുസ് കടലിലേക്ക് തുറക്കാനുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ ബഹ്റിൻ മുന്നോട്ട് വെച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇക്കടത്തിൽ നൽകാനുള്ളത്. മേഖലയിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ടെന്നും ഇതിന് അന്താരാഷ്ട്ര നിയമ പിന്തുണ വേണമെന്നുമാണ് ആവശ്യം. വിഷയത്തിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കും. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയിൽ US ഇടപെടില്ലെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ബഹ്റിന്റെ നീക്കം. ഇതിനിടെ ഇറാനിൽ US ഇസ്രായേൽ ആക്രമണവും രൂക്ഷമാണ് എന്ന വിവരവും പുറത്തുവരുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർക്കുന്ന ദൃശ്യങ്ങൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. چه صدا دیدی وقتی نزدیک میزنه اینجوریه صدا. ഇക്കാര്യം ഇറാൻ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇറാന്റെ അവകാശവാദം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ലോകത്തെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന സംശയമില്ല ഹോർമുസുമായി ബന്ധപ്പെട്ട ഹോർമുസിൽ ഇറാനും ഒമാനും ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പരമപ്രധാനം. അവിടെയാണ് ബഹ്റിൻ്റെ ഇടപെടലും മറ്റും വരുന്നത്. മറ്റ് ലോകരാജ്യങ്ങളും ഇതിനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ചില നിലപാടുകളൊക്കെ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ എന്താണ് GCC രാജ്യങ്ങളുടെ ഈ വിഷയത്തിലെ നീക്കം? രഞ്ജിത്ത്, ഇന്നലെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്ന ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈയൊരു ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയെപ്പറ്റി ഒന്നും തന്നെ പരാമർശിച്ചില്ല. അദ്ദേഹം അത് മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് ബഹ്റൈൻ്റെ ഈ പുതിയ നീക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് GCC രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് UN-ൽ ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം അത് മുന്നോട്ട് വെച്ചത്. അതായത് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അത് ഉറപ്പാക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്നും ഇതിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണ വേണമെന്നുമാണ് ബഹ്റൈൻ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നിലവിൽ ഇന്ന് തന്നെ വോട്ടെടുപ്പ് നടക്കും എന്നാണ് വിവരമുള്ളത്. ഇന്ത്യൻ സമയം ചിലപ്പോൾ ഇന്ന് രാത്രിയോടെയൊക്കെ ആയിരിക്കും അത് നമുക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുക. അതേസമയം തന്നെ ഈ ഒരു വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിനെതിരെ ഒരു എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് റഷ്യയുടെ ഭാഗത്ത് നിന്നും ചൈനയുടെ ഭാഗത്ത് നിന്നുമാണ്. അവർ പ്രധാനമായിട്ടും തങ്ങളുടെ വീറ്റോ പവർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അപകടം മണത്തുകൊണ്ട് GCC രാജ്യങ്ങൾ മറ്റൊരു നീക്കം കൂടി നടത്തുന്നുണ്ട്. അതായത് ഈ GCC രാജ്യങ്ങൾ റഷ്യയെയും അതുപോലെ തന്നെ ചൈനയെയും കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കവും നിലവിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അറേബ്യയിലെ ക്രൗൺ പ്രിൻസായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ നിലവിൽ റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള